എല്ലാവർക്കും നമസ്കാരം. 10th മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ വർക്ക്ഷീറ്റ് ക്വസ്റ്റ്യൻസുകളാണ് ചെയ്തു വന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് അല്ലാതെ പുറമെ വരുന്ന ക്വസ്റ്റ്യൻസുകളാണുള്ളത്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ 3ാമത്തെ സെക്ഷൻ വർക്ക്ഷീറ്റാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, area of a rectangle is x square plus 13x plus 22. Sides are first degree polynomials. Find the sides. നമ്മൾ ഓൾറെഡി കുറേ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഫോർമാറ്റ് മനസ്സിലാകത്തുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ആ റെക്ടാങ്കിളിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സൈഡുകൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ് നമുക്കറിയാം അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് 13x പ്ലസ് 22 ആണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ നമ്മളെങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കും? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പോൾ ഇതാ നോക്കുക, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതായത് എ ബി എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ എ ബി ആണെന്ന് നമുക്കറിയാം. ഇവിടെ കിടക്കുന്ന ഈ 30 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ പ്ലസ് ബി ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 22 പറഞ്ഞെങ്കിൽ നമുക്കറിയാം ഏതൊക്കെ വരാം? 11ഉം 2ഉം വരാം അല്ലേ. 11ഉം 2ഉം വരാം. പിന്നെ എന്താണ് കൂട്ടുമ്പോൾ എത്രയാണ്? 13ഉം വരണം. അപ്പം ഇത് 11ഉം 2ഉം കൂടെ കൂട്ടിയാലും 13 വരും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം എക്സ് പ്ലസ് 11ഉം അതുപോലെ തന്നെ എങ്ങനെയാണ് എക്സ് പ്ലസ് 2 എന്നും എഴുതാം ഇല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 22 വരും ഇല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം 11 × 2 എന്ന് പറയുമ്പം 22 ആണ് വരുന്നത്. ആഡ് ചെയ്യുമ്പം ഇല്ലേ 13ഉം വരും. അപ്പോൾ എക്സ് പ്ലസ് 11ഉം എക്സ് പ്ലസ് 2 ആണ് എന്നത് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 2 ഫസ്റ്റ് ഡിഗ്രി സൈഡ്സിൻ്റെ സൈഡ്സ് അതായത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ഇവിടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ അറിയാമെങ്കിൽ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ഫോർമാറ്റ് ഉണ്ടല്ലോ. അപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള എങ്ങനെയാണ് നമുക്കറിയാമല്ലോ. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇല്ലേ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇല്ലേ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മൈനസ് 4ab എന്നുണ്ടല്ലോ. ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വൺ സൈഡ് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് എക്സ് പ്ലസ് 7. റെക്ടാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏരിയയും തന്നിട്ടുണ്ട്. എത്രയാണ്? എക്സ് സ്ക്വയർ പ്ലസ് 15x പ്ലസ് 46 എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അടുത്ത സൈഡ് ഫൈൻഡ് ദ അതർ സൈഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സൈഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ആണ്. അത് എത്രയാണ് തന്നിരിക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 15x പ്ലസ് 56 എന്ന് തന്നിട്ടുണ്ട്. ദെൻ അതിൻ്റെ ഒരു സൈഡ് എത്രയാണ്? എക്സ് പ്ലസ് 7 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം മറ്റേ സൈഡ് ഇവിടെയുള്ള മറ്റേ സൈഡാണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഒന്ന് എക്സ് പ്ലസ് 7 ആണ്. അടുത്ത ഏത് വരും നമുക്കറിയാം 56 വരണം എന്നുണ്ടെങ്കിൽ ഏതാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 56 വരണം. അപ്പോൾ ഏതാണ് ഏഴിൻ്റെ കൊടുത്ത് ഏത് മൾട്ടിപ്ലൈ ചെയ്താൽ 56 വരും നോക്കുക ഇല്ലേ. അങ്ങനെ വേണമെങ്കിൽ നോക്കാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ എഴുതാം. ഏത് വരും? എക്സ് പ്ലസ് 8 എന്ന് എഴുതാം ഇല്ലേ. എക്സ് പ്ലസ് 8 കാരണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 56 വരും. ആഡ് ചെയ്യുമ്പോൾ 15 വരണം. 8 7 15 എന്നും വരും. മനസ്സിലായല്ലോ. അപ്പം ഈ ഒരു മെത്തേഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 56 ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് എഴുതാമല്ലോ. ശരിയല്ലേ. ഇത് എക്സ് പ്ലസ് 7 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് എ ആണ്. എക്സ് പ്ലസ് ബി അത് അടുത്ത ഇതാണ് ഈ ടേമാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പായിട്ടും ചെയ്യാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് ഇല്ലേ എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ. ഇനി എ പ്ലസ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. ഇവിടെ നമുക്കറിയാം എ പ്ലസ് ബിയുടെ സ്ഥാനത്ത് ഏതാണ് കിടക്കുന്നത്? 15 ആണ് കിടക്കുന്നത് അല്ലേ. 15 ആണ്. എ ബിയുടെ സ്ഥാനത്ത് ഏതാണ് കിടക്കുന്നത്? 56 ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതിൽ തന്നെ നോക്കിയാൽ നമുക്ക് എഴുതാം അല്ലേ. എ പ്ലസ് ബി അതായത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പം 15 പറഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഒരെണ്ണം അറിയാം ഇല്ലേ. ഒരെണ്ണം അറിയാം 7 നമുക്കറിയാം. പിന്നെ ഏതാണ് 8 7 കൂടെ കൂട്ടിയാൽ 15 കിട്ടുമെന്ന് അറിയാം. അതുപോലെ തന്നെ 7 × 8 വന്നാലും 56 വരും എന്നറിയാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ അതർ സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എക്സ് പ്ലസ് 8. ഒരു സൈഡ് നമുക്ക് 7 എന്ന് എഴുതാം. അപ്പോൾ രണ്ടാമത്തെ സൈഡ് ഏതാണ്? എക്സ് പ്ലസ് 8 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ ചെയ്തു വരാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതാം? അതർ സൈഡ് ഇല്ലേ. അതർ സൈഡ് എത്രയാണ് വരുന്നത്? എക്സ് പ്ലസ് 8 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫാക്ടേഴ്സ് ഓഫ് ദ പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് മൈനസ് 12 ആർ എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് മൈനസ് 3. ഫൈൻഡ് കെ. ഒരു പോളിനോമിയൽ ആണ്. ഏതാണ് തന്നിരിക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് മൈനസ് 12 എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ഫാക്ടേഴ്സും തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? എക്സ് പ്ലസ് 4ഉം അതുപോലെ തന്നെ എക്സ് മൈനസ് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ കെയിൻ്റെ വാല്യൂ ആണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത്.
മനസ്സിലായല്ലോ. ഇവിടെ നമുക്കറിയാം ഇല്ലേ, A+B എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്, ഇവിടെ K ആണ് ഇല്ലേ. അതുപോലെ തന്നെ AB എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്, 12 ആണ് വന്നിരിക്കുന്നില്ലേ. ABയോടെ 12 വന്നിട്ടുണ്ട്. -12 ഇല്ലേ, -12 വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നെ കണ്ടുപിടിക്കാം ഇല്ലേ, കാരണം A+B, എയും ബിയും നമുക്കിവിടെ അറിയാം ഇല്ലേ. A എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, 4 ആണ്. ദെൻ B എന്ന് പറഞ്ഞിരിക്കുന്നതാണ് -3 ആണ് അല്ലേ. -3 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു K എന്ന് വരും. അപ്പോൾ എത്രയാണ്, 4 - 3 ദാറ്റ് ഈസ് ഈക്വൽ ടു K ആണ്. ഓർ K ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്, 4 - 3 എന്ന് പറയുമ്പോൾ 1 വരും. അപ്പം Kൻ്റെ വാല്യൂ എത്രയാണ്, 1 വന്നു. മനസ്സിലായാലും ഫാക്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ടേം നമുക്ക് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. ഡയറക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുക്കാം. 4ഉം ഇതും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ് വേണ്ടത്, K വരണമെന്നറിയാം ഇല്ലേ. അപ്പോൾ 1 + 1 മൈനസ് ആകുമ്പോൾ നമുക്ക് കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പം വലുതിൻ്റെ സൈൻ ഇടുക. വലുതിൻ്റെ സൈൻ ഇടുമ്പോൾ എത്രയാണ്, കുറയ്ക്കുമ്പോൾ 1 വരും. വലുതിൻ്റെ സൈൻ എന്ന് പറയുമ്പോൾ ഏതാണ്, പോസിറ്റീവും വരും. അപ്പം 1 എന്ന് ആൻസർ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി തന്നെ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 4th ക്വസ്റ്റ്യൻ. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് എ എന്താണ് കൊടുത്തിരിക്കുന്നത്, ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. x² + ax + b ആണ്. അതിൽ P+Q എന്ന് പറഞ്ഞിരിക്കുന്നത് എ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. PQ എന്ന് പറഞ്ഞിരിക്കുന്നത് ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. P+Q എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, ഇവിടുത്തെ എ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ PQ, പിയും ക്യൂവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. പിയും കൂടെ ക്യൂവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബിയും വരണം. അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, കറക്റ്റാണ് നമുക്കറിയാം. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ബി എന്താണ് പറഞ്ഞിരിക്കുന്നത്, x+p അതുപോലെ x+q ആർ ദ ഫാക്ടേഴ്സ്. ഇതാ ഈ ഒരു പോളിനോമിയൽ അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, x+pയും x+q എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്നാണ് ശരി തന്നെയാണ് അല്ലേ. അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കുക. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെയാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫോൾസ്, അതല്ല. സ്റ്റേറ്റ്മെൻറ്റ് എ ഈസ് ട്രൂ, ബി ഈസ് ഫോൾസ്, അതുമല്ല. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് തന്നെയാണ്, ട്രൂ തന്നെയാണ്. The next question നോക്കുക. What is the common factor of the polynomials x² - 1 and x² + 5x + 4? രണ്ട് പോളിനോമിയൽ തന്നിട്ടുണ്ട്. അതിൻ്റെ കോമൺ ഫാക്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ പോളിനോമിയൽ ഏതാണ്, x² - 1. ഈ x² - 1 നമുക്ക് എങ്ങനെ എഴുതാം, x - 1 × x + 1 എന്ന് എഴുതാമല്ലോ. അതല്ലേ, ഫാക്ടേഴ്സ് ആക്കുവാണെങ്കിൽ ഇങ്ങനെയല്ലേ വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോളിനോമിയൽ ഏതാണ്, x² + 5x + 4. അതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, ഏതൊക്കെയാണ് വരുന്നത്, x + 1 വരും. അതുപോലെ തന്നെ എങ്ങനെയാണ്, x + 4 വരും. ശരിയല്ല, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 1 ഇവിടെ 4 വരുന്നുണ്ട്. 4 എന്നുകൊണ്ട് കൂട്ടുമ്പോൾ 5 വരുന്നുണ്ട്. അപ്പോൾ രണ്ട് പോളിനോമിയലിലെ ഫാക്ടേഴ്സ് കണ്ടു. അതിൽ കോമൺ ആയിട്ടുള്ള ഏതാണ്, ഇതല്ലേ, x + 1 അല്ലേ. അപ്പം x + 1 ആണ് കോമൺ ഫാക്ടർ അല്ലേ, കോമൺ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, കോമൺ അല്ലേ, കോമൺ ഫസ്റ്റ് ഡിഗ്രി ഫാക്ടർ ഏതാണ് വരുന്നത്, ഫാക്ടർ ഈസ് x + 1 ആണ് വരുന്നത്. ഈ 5 ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 5 നിങ്ങൾ എഴുതിയെടുക്കുക, ചെയ്ത് നോക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്